സുഹൃത്തുക്കളെ നമസ്കാരം. എന്തായാലും പശ്ചിമേഷ്യയിൽ ഇറാനിലും ഇസ്രായേലിനും അമേരിക്കയും അടങ്ങുന്ന ഒരു യുദ്ധം നടക്കുകയാണല്ലോ. അതിലേറ്റവും പ്രധാനം അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ചാണ് യുദ്ധം തുടങ്ങിയത്. ഇതേപോലൊരു യുദ്ധം കിഴക്ക് ഭാഗത്ത് 1955 മുതൽ 1975 വരെ വിയറ്റ്നാം എന്നൊരു രാജ്യത്തും നടന്നിരുന്നു. ഈ വിയറ്റ്നാമും ഇറാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിൽ വിജയിക്കാനുള്ള സാധ്യത എന്താണ് എന്നതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ വിയറ്റ്നാമിൽ തികച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് അവിടെ ചെറുത്തുനിൽപ്പ് നടന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ അത് തികച്ചും സാമ്പത്തികപരം തന്നെയാണ്. അടിത്തറ സാമ്പത്തികമായിരുന്നു. അതായത് മറ്റ് രാജ്യക്കാർ ഒന്നായിട്ട് വന്നിട്ട് ഇവിടുന്ന് കുത്തിച്ചോർത്തി കൊണ്ടുപോകാൻ പാടില്ല എന്ന് മാത്രം. നേരെ മറിച്ച് ഇറാനിലെ സ്ഥിതി അതല്ല. അത് സാമ്പത്തികവുമാണ്, അതേ കൂടെ ആത്മീയതയും കൂടിയാണ്. അതായത് സാമ്പത്തികമായിട്ട് ഒരു വശമുണ്ടെങ്കിൽ പോലും അതിന് നേതൃത്വം നൽകുന്നത് മതപരമായ ആത്മീയ നേതൃത്വമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ ഒരു യുദ്ധ ആവേശം ഇറാനിലെ ജനങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമുക്കറിയാം, ഇറാനിലായിക്കോട്ടെ വിയറ്റ്നാമിലായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഒഴിവാക്കുക. അതെന്തിനാണ്? അത് ആ നാട്ടിലെ വിഭവങ്ങൾ ആ നാട്ടുകാർ മാത്രം ഉപയോഗിക്കണ്ട, അത് ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയ രീതിയിൽ ആവണം, തുറന്നു കിട്ടണം എന്ന അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആ കവർച്ച മനസ്സാണ് അതിന് കാരണം. ആ കാരണം രണ്ടുപേർത്തും ഒന്ന് തന്നെയാണ്. അത് ഇപ്പോൾ അമേരിക്ക ചെയ്യാൻ പ്രധാന കാരണം അമേരിക്കയുടെ സാമ്പത്തിക അവസ്ഥയാണ്. ഇപ്പോഴും ഇതുവരെ ഉണ്ടായിരുന്ന ആ ചൂഷണ രീതിയിൽ നിന്ന് ഈ ചൈനയുടെ നേതൃത്വത്തിലുള്ള ഒരു മൂന്നാം ലോക രാജ്യങ്ങളൊന്നായിട്ട് അതിൽ നിന്ന് മെല്ലെ മെല്ലെ വേറിട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് പെട്രോ ഡോളറും റിസർവ് കറൻസി പോലുള്ള കാര്യങ്ങൾ അമേരിക്കക്ക് ഭയാനകമായ രീതിയിൽ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് എതിരായിട്ട് അത് ഇല്ലാതാക്കാനാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ പാപ്പരായി എന്ന് പ്രഖ്യാപിക്കേണ്ട ഗതികേട് അമേരിക്കക്ക് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ ട്രംപ് മണ്ടനായതുകൊണ്ടല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ ഈ രണ്ട് യുദ്ധങ്ങളും തമ്മിലുള്ള കമ്പയർ ചെയ്യുമ്പോൾ
യഥാർത്ഥത്തിൽ സംശയമല്ല, ഇറാന് നല്ല തകർച്ച ഉണ്ടാവും. ഇറാനിൽ തകർച്ച ഉണ്ടാകുന്നത് ഭൗതികമാണ്. പട്ടണങ്ങളൊക്കെ തകരും, അവരുടെ സൗകര്യങ്ങളൊക്കെ ഇല്ലാതാവും. അങ്ങനെയാണെങ്കിൽ പോലും അവരുടെ ചെറുത്തുനിൽപ്പ് ശേഷി പഴയ ആ കാര്യത്തിൽ അവർ മുന്നിട്ട് നിൽക്കുകയും അങ്ങനെയുള്ള ഒരു കരയുദ്ധത്തിൽ യാതൊരു സംശയവും വേണ്ട, അമേരിക്ക വിയറ്റ്നാമിലെ പോലെ തന്നെ പരാജയപ്പെടാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.